മന്ത്രി മുഖം കാണിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, അന്നത്തെ അങ്ങയുടെ ചോദ്യവും ആ വൃദ്ധന്റെ ഉത്തരവും എനിക്ക് മനസ്സിലായി. പക്ഷേ അവസാനം അങ്ങ് അദ്ദേഹത്തോട് പറഞ്ഞതും അദ്ദേഹം അതിന് നടത്തിയ പ്രതികരണവും അതെനിക്ക് മനസ്സിലായില്ല. ബാക്കി മൂന്നും എനിക്ക് മനസ്സിലായി. രാജാവ് സന്തോഷത്തോടെ പറഞ്ഞു, ശരി, പറയൂ, എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? ഒന്നാമതായി അങ്ങ് ചോദിച്ചത് സംഘത്തിന്റെ കാര്യം എന്താണ് എന്നാണ്. അതിന് വൃദ്ധൻ പറഞ്ഞത് തഫറഖൂ, അതെല്ലാം പിരിഞ്ഞുപോയി എന്നാണ്. അങ്ങ് ചോദിച്ചത് പല്ലിന്റെ കാര്യമാണ്. വായയിൽ കൃത്യമായി നിരയായി കൂട്ടമായി നിൽക്കുന്ന പല്ലുകളെ കുറിച്ച്. വയസ്സായതിനാൽ ആ പല്ലുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇല്ലാതെയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായി അങ്ങ് ചോദിച്ചത് അടുത്ത ആളുടെ അഭിപ്രായം എന്താണ്, അടുത്ത ആളുടെ വിവരം എന്താണ് എന്നാണ്. അതങ്ങ് ഉദ്ദേശിച്ചത് കാഴ്ചയെക്കുറിച്ചാണ്. വൃദ്ധൻ പറഞ്ഞത് കാഴ്ച ഇപ്പോ ദൂരെയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാഴ്ച കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത് അങ്ങ് ചോദിച്ചത് രണ്ടെണ്ണത്തിന്റെ കാര്യം എന്താണ് എന്നാണ്. അത് കാലുകളുടെ അവസ്ഥയാണ് അങ്ങ് ചോദിച്ചത്. രണ്ട് കാലുകളാണല്ലോ ഉള്ളത്. അപ്പോ വൃദ്ധൻ പറഞ്ഞത് കാലുകൾ ഇപ്പൊ രണ്ടല്ല, മൂന്നായി മാറിയിട്ടുണ്ട്. അതായത് വടി കുത്തി നടക്കേണ്ടി വരുന്നുണ്ട്. വടിയുടെ അടക്കം 3 കാലുകളായി മാറിയിട്ടുണ്ട് എന്നാണ്. എല്ലാ ഉത്തരങ്ങളും ശരിയായിരുന്നു. രാജാവ് സന്തോഷിച്ചു. അപ്പൊ രാജാവ് തന്റെ അവസാനത്തെ ഉപദേശത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അതെന്താണെന്നറിയാമോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ ഇനാമിന് വേണ്ടി ആ വൃദ്ധനെ തന്നെ സമീപിച്ച് അയാൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം എന്ന് പ്രലോഭിപ്പിച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉത്തരം വാങ്ങിക്കും. അതും എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോ നിങ്ങൾ ഒരിക്കലും ചെറിയ വിലക്ക് വിൽക്കരുത്. എന്ന് പറഞ്ഞാൽ നല്ല വില കിട്ടിയ ആൾക്ക് മാത്രമേ ഈ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും അർത്ഥവും ഉദ്ദേശവും കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് അയാൾ പറഞ്ഞ പ്രതികരണമാണെങ്കിലോ, ഞാന് ഒരാർത്തിക്കാരനാണ്, ആർത്തിക്കാരനായ എന്നോട് ആ കാര്യത്തിൽ ഉപദേശിക്കേണ്ടതില്ല, ഞാൻ അങ്ങനെയേ കൊടുക്കൂ എന്നാണ്. അത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, ശരിയാണ് മഹാരാജൻ. കാരണം അയാളോട് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 10,000 ദിർഹം തരാം, ഉത്തരം പറഞ്ഞു തരുമോ എന്ന്. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ 1,00,000 ദീനാർ പറഞ്ഞു, ദിർഹം പറഞ്ഞു. പിന്നെയും അദ്ദേഹത്തിന് വീണ്ടും 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 കൂട്ടിക്കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അദ്ദേഹം ഈ രഹസ്യങ്ങൾ പറഞ്ഞത്. പണ്ട് കാലത്തെ മനോഹരമായ കഥകൾ. വസ്സലാം.